ഇന്ന് നമ്മൾ നമ്മുടെ മണ്ണിലുള്ള ജൈവ കാർബണെ കുറിച്ചിട്ടാണ് പറയുന്നത്. മണ്ണിൽ എന്തോരം ജൈവ കാർബൺ വേണം, അത് എത്രത്തോളം നമ്മുടെ കൃഷിയിൽ നമുക്ക് ഉപകാരപ്പെടും. അപ്പോൾ പൊതുവേ നമ്മൾ ഹരിത വിപ്ലവത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ ഭക്ഷണത്തിന് ഭക്ഷ്യസുരക്ഷ വേണം എന്നൊക്കെ ഉള്ള ഒരു അത്യാവശ്യ ഘട്ടം വന്നപ്പോൾ നമ്മൾ രാസവളങ്ങളൊക്കെ ചെയ്ത് മണ്ണിൽ ഉൽപാദന വിളവൊക്കെ വർദ്ധിപ്പിച്ചപ്പോൾ ഉണ്ടായ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പതുക്കെ നമ്മൾ ഈ ജൈവ കാർബൺ മണ്ണിൽ കൂട്ടുന്ന കാര്യം മറന്നുപോയി. തൽഫലമായിട്ട് ശരിക്കും പറഞ്ഞാൽ ജൈവ കാർബൺ നമ്മുടെ മണ്ണിൽ നിന്ന് ഇങ്ങനെ ശോഷിച്ച് വന്നു. പിന്നീട് ജൈവ കാർബണെ കുറിച്ച് നമ്മൾ ഓർത്തു തുടങ്ങിയത് സത്യത്തിൽ ജൈവ കൃഷി എന്നൊരു വാക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴൊക്കെയാണ്. ജൈവ കൃഷി, അതുപോലെ തന്നെ പ്രകൃതി സൗഹൃദ ശാസ്ത്രീയ കൃഷി രീതി, പ്രകൃതി കൃഷി, പാലേക്ക കൃഷി, പെർമാകൾച്ചർ, ഇതൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ജൈവ കാർബണെ കുറിച്ചിട്ട് നമ്മൾ ഓർത്തു തുടങ്ങുക. ശരിക്കും മണ്ണിന്റെ ഒരു ആരോഗ്യം നിശ്ചയിക്കുന്നതിൽ ജൈവ കാർബൺ പ്രധാന ഒരു ഘടകമാണ്. ഇവിടുത്തെ ജൈവ കാർബൺ എന്ന് പറയുമ്പോൾ നമ്മുടെ മണ്ണിലെ ജൈവ കാർബൺ ഏകദേശം 2.9%. അത് അത്യാവശ്യം നല്ല ജൈവ കാർബൺ ആണ്. കാരണം ഞാനത് കൂട്ടി കൊണ്ടുവന്നാണ്. പ്രത്യേകിച്ച് ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കുക, അതിജീവിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ ജൈവ കാർബൺ നമ്മൾ മണ്ണിൽ നന്നായിട്ട് കൂട്ടണം. അതേപോലെ തന്നെ അമിതമായിട്ടുള്ള വരൾച്ചയും അതിരൂക്ഷമായിട്ടുള്ള വെള്ളപ്പൊക്കവും ഒക്കെ വന്നാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ബഫർ പോലെ, ഒരു സ്പോഞ്ച് പോലെ വെള്ളത്തെ അബ്സോർബ് ചെയ്ത് വെക്കാനും ആവശ്യം വരുമ്പോൾ അതിനെ തിരിച്ചു കൊടുക്കാനും ഒക്കെ ജൈവ കാർബൺ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാക്കുന്ന ആഗോള താപനത്തെയൊക്കെ ചെറുക്കാനും മണ്ണിൽ 3 ടൈം, അതായത് 3 ഇരട്ടി കാർബൺ ഡയോക്സൈഡ് കത്തിച്ചു കളയാതെ മണ്ണിലേക്ക് നിക്ഷേപിക്കാനും ഒക്കെ നമുക്ക് ജൈവ കാർബൺ കൊണ്ട് കഴിയും. അതുകൊണ്ട് കരിയിലൊന്നും ആരും കത്തിക്കാതെ നമ്മുടെ മണ്ണിലേക്ക് തിരിച്ചു കൊടുത്താൽ, അതിനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തിരിച്ചു കൊടുത്താൽ നമുക്ക് സത്യം പറഞ്ഞാൽ മണ്ണിലെ ജൈവ കാർബൺ കൂട്ടുകയും അതോടൊപ്പം തന്നെ വിളവ് വർദ്ധിപ്പിക്കുകയും മണ്ണിൽ നിന്ന് ചെടികൾക്ക് വേണ്ട പോഷകങ്ങൾ സമയാസമയങ്ങളിൽ ചെടികൾക്ക് വിളകൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ശരിക്കും പറഞ്ഞാൽ മണ്ണിന്റെ കളർ ഇതല്ല. ഇത് ശരിക്കും ജൈവകാർബൺ കൂടി കറുത്ത കളറായി ഞങ്ങളുടെ ഫീൽഡിലെ മണ്ണ്. ഒരു വെളുത്ത കളർ മണ്ണാണ് നമ്മുടെ നാട്ടില് പൊതുവെ കാണുന്നത്. ഇവിടെ എല്ലാം മണ്ണിങ്ങനെ ജൈവകാർബൺ ഇട്ടിട്ട് കറുത്തതാണ്. ശരിക്കും ഒരു ഓണാട്ടുകര പൂഴിമണ്ണാണ്, ഓണാട്ടുകര ലോമി സോയിലാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഇത് ഞങ്ങളുടെ കാലാകാലങ്ങളിൽ ഞങ്ങൾ ബെഡ് ഉണ്ടാക്കി എടുക്കുന്ന ഒരു സിസ്റ്റമാണ്. ഇതിൽ ഞങ്ങൾ കരിയിലിടും, അതേപോലെ തന്നെ ചാണകം, കമ്പോസ്റ്റ് വളം ഇതൊക്കെ ഇടും. മണ്ണിര കമ്പോസ്റ്റ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ നമ്മുടെ ബയോ ഡൈജസ്റ്റർ വെച്ചിട്ടുണ്ടാക്കിയ കമ്പോസ്റ്റ്, കോഴിക്കാഷ്ടം, ഇവിടെ തന്നെ ഉണ്ടാവുന്ന മറ്റുള്ള ജൈവ വസ്തുക്കളെല്ലാം നമ്മൾ മണ്ണിലാക്കി ഇതുപോലെ തടം തുറന്ന് അതിനകത്ത് എല്ലാം കൊണ്ടുവരും. ഇതുപോലെ തടം തുറക്കും. ഇത് അതിനകത്ത് നമുക്ക് ഇടാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ലെയറായിട്ട് ഇട്ടാണ് നമ്മൾ ഈ ഒരു തടം ഒരുക്കുന്നത്. ഇതിൽ അത്യാവശ്യം നന്നായിട്ട് സോയിൽ ഓർഗാനിക് കാർബൺ ഉണ്ട്, സോയിൽ ജൈവ കാർബൺ. പരമാവധി കരിയിലകൾ, അതുപോലെ ബാക്കിയുള്ള ജൈവ അവശിഷ്ടങ്ങളെല്ലാം മണ്ണിലേക്ക് ഇട്ടാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൃഷിക്ക് അത് വളരെ ഉപകാരപ്രദമാവും. നമ്മളിവിടെ അനുവർത്തിക്കുന്നത് പ്രകൃതി സൗഹൃദ ശാസ്ത്രീയ കൃഷി രീതിയാണ്. അതിൽ സോയിൽ ഓർഗാനിക് കാർബൺ അഥവാ ജൈവ കാർബണ് വളരെ വലിയ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ പ്രകൃതി കൃഷി എന്നൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും ജീവാമൃതം, ബീജാമൃതം, ഘനജീവാമൃതം മാത്രമാണോ എന്നുള്ള രീതിയിലാണ് അതിനെ കരുതി വെക്കുന്നത്. നാടൻ പശുവിൻ്റെ ചാണകം, മൂത്രം. പക്ഷെ അത് മാത്രമല്ല, അതിൽ ജൈവ കാർബൺ ഉണ്ട്. ആ കാറ്റയോൺ എക്സ്ചേഞ്ച് കപ്പാസിറ്റി അതിൻ്റെ കൂട്ടും, അതായത് അതിന് മണ്ണിൽ നിന്ന് വളം ശരിക്കും വലിച്ചെടുക്കാനുള്ള ഒരു കഴിവ്, കാര്യശേഷി എല്ലാം വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്യും.
ഈ നാടൻ പശുവിൻ്റെ ചാണകം മൂത്രത്തിൽ നിന്ന് നമ്മൾ ജീവാമൃതമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത് അതിലെ ജീവാണുക്കൾ കമ്പോസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇനോക്കുലം പോലെ പ്രവർത്തിക്കുകയും പെട്ടെന്ന് തന്നെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു കരിയിലായിക്കോട്ടെ കമ്പോസ്റ്റ് വളം ആയിക്കോട്ടെ മണ്ണിലേക്ക് പൊടിഞ്ഞു കയറാനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് അതിന് നമ്മൾ അത്രയും പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ പരമാവധി മണ്ണിലെ ജൈവകാർബൺ കൂട്ടുക, ആഗോളതാപനത്തെ ചെറുക്കാം, നമ്മുടെ ഭക്ഷ്യസുരക്ഷ കൂട്ടാം, കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കുക, അതിജീവിക്കുകയും ചെയ്യും. ജൈവ കാർബൺ നമ്മൾ കൂട്ടുമ്പോൾ നമുക്ക് വേറെ കുറേ അധികം ഗുണങ്ങളും കൂടെ ഉണ്ട്. അതായത് ക്ഷാര അമ്ല സന്തുലിതം, അതായത് മണ്ണിലെ pH. ക്ഷാരം എന്ന് പറയുമ്പോൾ ആൽക്കലൈനിറ്റി, അമ്ലം എന്ന് പറയുമ്പോൾ അസിഡിറ്റി. നമുക്കറിയാമല്ലോ കേരളത്തിലെ മണ്ണെന്ന് പറയുന്നത് അസിഡിക് ആണ്, അമ്ലത ഉള്ളതാണ്, അമ്ല സ്വഭാവമുള്ളതാണ്. കാരണം നന്നായിട്ട് മഴ പെയ്യുന്ന ഒരു പ്രദേശം ആയതുകൊണ്ട് തന്നെ 6 മാസം കണ്ടിന്യൂസ് മഴ പെയ്യുന്ന ഒരു പ്രദേശം ആയതുകൊണ്ട് തന്നെ ബേസ് എലിമെന്റ്സ് ഒലിച്ചു പോയി ഇവിടെ അസിഡിക് ആയിട്ടുള്ള എലിമെന്റ്സ് ആയിട്ടുള്ള അലൂമിനിയം അയണും നമ്മുടെ മണ്ണിൽ നിലനിൽക്കും. അതിനെ സന്തുലിതപ്പെടുത്തണമെങ്കിൽ അതിന് pH-നെ ന്യൂട്രൽ ആക്കണമെങ്കിൽ, അതായത് 7 വരെ pH വരുമ്പോൾ ഏകദേശം 6.5 വരെയൊക്കെ വരുമ്പോൾ അത് അസിഡിക്കും, 7.5 തൊട്ട് അത് ആൽക്കലൈനുമാണ്. 6.5-നും 7.5-നും ഇടയിലാണ് നമ്മൾ ന്യൂട്രൽ എന്ന് പറയുക. അതിനെ സന്തുലിതപ്പെടുത്തേണ്ട ആ പ്രദേശത്താണ്. ഇവിടെ മണ്ണിൻ്റെ pH നമ്മൾ മണ്ണാരോഗ്യ കാർഡിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് കിട്ടിയത് 6.8 ഏകദേശം 7-നോടടുത്ത് ന്യൂട്രൽ pH-ലോട്ട് നമ്മൾ അടുത്ത് നിൽക്കുന്നുണ്ട്. അതിലും എനിക്ക് ആത്മവിശ്വാസം പകർന്നു തന്നത് ശരിക്കും പറഞ്ഞാൽ ജൈവ കാർബണാണ്. ഈ സൂക്ഷ്മജീവികളുടെ, പ്രാണികളുടെ ജൈവാംശത്തിൻ്റെ അതിൽ പണിയെടുക്കുന്ന, ജൈവാംശത്തിൽ പണിയെടുക്കുന്ന സൂക്ഷ്മജീവികളും പ്രാണികളും അതിൻ്റെയൊക്കെ ഒരു പാരസ്പര്യവും ആ പാരസ്പര്യത്തിന് ഒരു നൈരന്തര്യവുമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ pH-നെ ന്യൂട്രലാക്കുന്നതും ക്ഷാര അമ്ല സ്വഭാവത്തിനെ സന്തുലിതപ്പെടുത്തിക്കൊണ്ട് ചെടികളുടെ പോഷക വേരുകളെയും താങ്ങ് വേരുകളെയും ഒരുപോലെ നിലനിർത്തുകയും അതേപോലെ തന്നെ പോഷക വേരുകൾക്ക് കൂടുതൽ ആരോഗ്യം നൽകിക്കൊണ്ട് മണ്ണിൽ നിന്ന് പോഷകങ്ങൾ വലിച്ചെടുക്കാനും വിളകൾക്ക് ആരോഗ്യം നൽകാനും, മണ്ണിൻ്റെ ആരോഗ്യമാണ് വിളകളുടെ ആരോഗ്യം. ശരിക്കും പറഞ്ഞാൽ മണ്ണിൻ്റെ അമ്മയുടെ സ്വഭാവമാണ് മണ്ണിന്, മാതൃ സ്വഭാവമാണ്. ശരിക്കും കാൽപ്പനികവൽക്കരിക്കുന്നതല്ല, അതാണ് അതിൻ്റെ ശാസ്ത്രീയം. മണ്ണ് എത്രത്തോളം ആരോഗ്യം ഉണ്ടാവുന്നോ അത്രത്തോളം ആരോഗ്യം ഉണ്ടാവും വിളയ്ക്ക്. അപ്പം മണ്ണിൻ്റെ ആരോഗ്യത്തെ നമ്മൾ ശ്രദ്ധിച്ചാൽ സ്വാഭാവികമായിട്ടും ആ മണ്ണിൽ വിളയുന്ന വിളകൾക്കും ആരോഗ്യം ഉണ്ടാവും. സ്നേഹം, സന്തോഷം, നന്മകൾ.